വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. തിരുവചനത്തിൻ്റെ ചില സന്ദേശങ്ങൾ അല്പസമയം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ ആധികാരികങ്ങൾക്ക് പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ വ്യത്യസ്ത അനുഭവങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കുക. പഴയ നിയമത്തിൽ യഹോവ ദൈവത്തിൻ്റെ കാലഘട്ടമായിരുന്നു. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടമായിരുന്നു. പിന്നെ യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്, കാര്യസ്ഥനെ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മൂന്ന് തന്നെയാണ് ദൈവം. അതായത് യഹോവ, കർത്താവായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ്. ഇതൊക്കെ ഒരു ഏക ദൈവമാണ്. പഴയ നിയമത്തിലും ഈ മൂന്നും ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിൽ ഈ മൂന്നുമുണ്ട്. അതായത് യഹോവ, യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ്. ഒരു കാലഘട്ട തിരിച്ചിരിക്കുന്നതേ ഉള്ളൂ. അത് പരിശുദ്ധാത്മാവിൽ നമുക്ക് വചനങ്ങളൊക്കെ പഠിക്കേണ്ടതിന് വേണ്ടിയൊക്കെ ദൈവം പരിശുദ്ധാത്മാവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ തിരുവചനം പരിശുദ്ധാത്മാവ് നിയോഗപ്രകാരമാണ് എഴുതപ്പെട്ടത്. പലരും പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടാണ് എഴുതിയത്. പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്ത് അതിനെ ഒന്നിപ്പിച്ചു എന്നുള്ളതാണ് ബൈബിളിൻ്റെ വലിയൊരു രഹസ്യ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയൊരു കാര്യങ്ങളുണ്ട്. അതായത് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവ സാന്നിധ്യം ജീവിക്കുകയും ചെയ്യുന്ന ദേവദാസന്മാരുണ്ടെങ്കിൽ അവരെ നാം കളിയാക്കുകയോ നിന്ദിക്കുകയോ വികസിക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ അനന്തരമായ ഫലങ്ങൾ വെളിപ്പെടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഈ സത്യ സുവിശേഷങ്ങൾ പ്രവർത്തനത്തിൻ്റെ ആധികാരികങ്ങൾ ലോകത്തിൽ വ്യാപിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ദാസന്മാരെ പീഡിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരെ പലവിധമായ രീതിയിൽ ആക്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായാണ് ഈ സുവിശേഷ പ്രവർത്തന ആഗോളമായി തീജ്വാല പോലെ ജ്വലിക്കുവാനിടയായി തീർന്നത്. അതിൻ്റെ കാര്യമാണ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ, പെന്തക്കോസ്ത് നാളിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ഈ പെന്തക്കോസ്തുകാരെ ഉപദ്രവിക്കുകയും ഈ ആരാധകരെ അല്ലെങ്കിൽ പെന്തക്കോസ്ത് പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്നും ഇന്നുകൊണ്ട്. എങ്കിലും ഒരു ശൗൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വേദപുസ്തകത്തിൽ ഒരു കഥാപാത്രത്തെ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു യോദ്ധാവായിരുന്നു. കാരണം ഈ സുവിശേഷർക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷെ അന്ന് ശിഷ്യന്മാർക്കുള്ള കാലഘട്ടങ്ങളാണ്. അന്ന് ഇതേക്കുറിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രകാശം തൻ്റെ മുന്നിൽ നിഴലിട്ടു. ആ പ്രകാശം തട്ടി താൻ തറയിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം താൻ കേൾക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ശൗലേ, ശൗലേ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്നാണ്. അപ്പോൾ താൻ ഈ വിശ്വാസത്തിലുള്ളവരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് യേശുവിനെയാണെന്നാണ് ശൗല് കേട്ട ദൈവശബ്ദം. തനിക്ക് കണ്ണ് കാണാൻ വയ്യാത്ത അനുഭവമായി. അവസാനം കാഴ്ചയൊക്കെ ലഭിച്ചു. താൻ ഒരു പ്രതികൂലത്തിൻ്റെ കാലഘട്ടങ്ങളിൽ സുവിശേഷത്തിന് വിരോധമായും ശിഷ്യന്മാർക്ക് വിരോധമായും വിശ്വാസികൾക്ക് വിരോധമായി എഴുന്നേറ്റ് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവം തന്നെ സന്ദർശിച്ചു. അവസാനം താൻ യേശുവിനെ സ്വീകരിച്ചു. ഒരു സുവിശേഷ പ്രവർത്തകനായി
താൻ കാലഘട്ടത്തിൽ പിന്നീട് മാറി. അനേക സഭകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. താൻ ജാതിയുടെ ഇടയിലോട്ടാണ് സുവിശേഷം അറിയിക്കാൻ പോയത്, മിനിസ്ട്രിയായിട്ട് പോയി. അപ്പോൾ അത് തനിക്ക് തന്നെ സംബന്ധിച്ചാണെങ്കിൽ പൗലൂസ് എന്നാണ് പുള്ളിയുടെ പേര്. ആദ്യം ശൗൽ എന്നാണ്, പിന്നെ പൗലൂസായി. പൗലൂസ് എന്നാണ് വ്യക്തിയുടെ പേര്. തൻ്റെ ജീവിതത്തിൽ ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ വരാൻ താല്പര്യമുള്ള ആളല്ലായിരുന്നു, ഇതിനെതിരായി പ്രവർത്തിച്ച ആളാണ്. പക്ഷെ അവസാനം ഇതേ ശിഷ്യന്മാരുടെ കൂട്ടത്തിലായപ്പോൾ ഇവരെതിരാളികൾ തന്നെ അവർ മനസ്സിലാക്കി, ഇന്നലകളിൽ താൻ സുവിശേഷർക്ക് വിരോധമായി നിന്ന വ്യക്തി ഇപ്പോൾ സുവിശേഷകൾക്ക് അനുകൂലമായി നിൽക്കുന്ന കണ്ടപ്പോൾ അവർക്ക് വളരെ വിഷമവും കോപവും തട്ടി എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മ പ്രാപിച്ച ദേവദാസന്മാരെ നമ്മൊന്നും പറയാൻ പാടില്ല. കാരണം ദൈവത്തിൻ്റെ കരം ഇടപെടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അത്യുന്നതനായ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. കാരണം ഉയർത്തെഴുന്നേറ്റ ദൈവം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അനേക മഹാന്മാർ കല്ലറയിൽ കിടന്നുറങ്ങുമ്പോൾ യേശു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. മേലായ നാമം നൽകി അതിൻ്റെ സാക്ഷികളാണ് ശിഷ്യന്മാർ. വേദപുസ്തകത്തിൽ അവർ കണ്ട്. അതായത് തോമസ് ഇല്ലായിരുന്ന സമയത്ത് ശിഷ്യന്മാരുടെ നടുവിൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് അവർ സന്തോഷിച്ച് കർത്താവിനെ കണ്ട്. അങ്ങനെ തോമസ് ഇല്ലായിരുന്നു. ആ സമയത്ത് തോമസ് വേറൊരു ഭാഗത്തെങ്ങാണ്ടായിരുന്നു. പക്ഷേ ശിഷ്യന്മാരുടെ അരികിൽ തോമസ് വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ തോമസ് പറഞ്ഞു യേശുവിൻ്റെ ഒരു ശിഷ്യനാണ് ഞാൻ. യേശുവിനെ നേരിട്ട് കാണുകയും വിലാപ്പുറത്ത് കൈയിട്ട് ഇടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് ദൈവം കേട്ടു. ഒരു ദിവസം തോമസ് കഥ മറിച്ച് ആ വീടിനരികിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവോട് പ്രത്യക്ഷപ്പെട്ടു. തോമസേ, നിന്റെ കൈ എടുത്ത് വിലാപ്പുറത്ത് ഇടുക എന്ന് പറഞ്ഞു. അപ്പം തോമസ് കർത്താവിനെ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ കണ്ടു, ശിഷ്യന്മാർ കണ്ടു എന്നുള്ള, പടയാളികൾ കണ്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, നാം സ്തുതിക്കുന്നത്, നാം മഹത്വപ്പെടുത്തുന്നത്. അതുകൊണ്ട് സകലവും അറിയുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ചന്നദാസന്മാരെ തൊടുന്നത് കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെന്നാണ് ദൈവവചനം വിളിച്ചു പറയുന്നത്. ദൈവത്തിൻ്റെ അത്ഭുതമായ കരം ഇന്നും കുറുകിയിട്ടില്ല. വിശ്വസിക്കുന്നവരുടെ നടുവിൽ യേശുക്രിസ്തു അത്ഭുതങ്ങളെ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും സംസാരിക്കുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. നാം ദൈവവചനത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം കാണാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ വചനങ്ങൾ ഇന്ന് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം ദൈവത്തോട് ചെല്ലുമ്പോഴാണ് ദൈവത്തിൻ്റെ അധികാരങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുമ്പോൾ, വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. മാത്രമല്ല, ലോകത്തെ കീഴായി മറിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന
നമ്മൾ ഏറ്റെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. സ്തോത്രം. പിന്നീട് നാം ദൈവവചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വചനത്തിലുള്ളതായ വെളിപ്പാടുകളെ നാം മനസ്സിലാക്കുമ്പോൾ സുന്ദരമെന്ന ദൈവാലയത്തിൽ ശിഷ്യന്മാർ അവിടെ കടന്നു വന്നു. അവിടെ ജന്മനാൽ ഒരു അസുഖമുള്ള അല്ലെങ്കിൽ ഒരു നരയാണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വയറിന് താഴോട്ട് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് അവിടെ കൊണ്ടുവന്ന് ഭിക്ഷയാചിപ്പിക്കുന്നത്. ദിവസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞ് കാണും. പക്ഷെ അവിടെ യേശു തൻ്റെ ശിഷ്യന്മാരോട് വന്നു. അവർ പറഞ്ഞാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് തരാനില്ല, ഞങ്ങൾ നിനക്ക് തരുന്നു, നസറേയനായ യേശു നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. അവൻ ചാടി എഴുന്നേറ്റ്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചത് യേശു ക്രിസ്തുവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ് അവിടെ കാണാൻ കഴിയുന്നത്. യേശു പറഞ്ഞായിരുന്നു, എന്നിൽ വിശ്വസിക്കുന്ന എന്നേക്കാളും വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്നാണ്. അപ്പോൾ യേശു ചെയ്തതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ തന്നിൽ വിശ്വസിക്കുന്നവർ ചെയ്യുമെന്ന് വേദപുസ്തകത്തിലുണ്ട്. എവിടെയെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിനാൽ എന്തെങ്കിലും അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം ചെയ്യുന്നതാണ്, ഇന്നും ചെയ്യും. പക്ഷെ ദൈവം ചെയ്യുന്നെന്നും പറഞ്ഞ് കൂലി കൊടുത്ത് പറഞ്ഞ് സൗഖ്യം പറഞ്ഞ് മേടിക്കുന്ന അനേകരുണ്ട്. കള്ളത്തരത്തിൽ, അതായത് മുമ്പ് കൂട്ടി പറഞ്ഞു വെച്ച് പൈസ കൊടുത്ത് ഇന്ന അസുഖമാണെന്ന് പറഞ്ഞ് ധരിപ്പിച്ച് ജനത്തിന് മുമ്പിൽ കബളിപ്പിക്കുന്ന അനേക പ്രവർത്തന ശൈലികൾ ലോക ആത്മീയ മണ്ഡലങ്ങളിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദൈവം ഒരു സമയത്ത് അവരെയൊക്കെ സന്ദർശിക്കും. നമ്മൾ പോയി വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. സ്വത്രം. അപ്പോൾ ദൈവം ചെയ്യും. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ സഭാ ലോകത്താണെങ്കിൽ ചിലർ പ്രസംഗിക്കുന്ന ആ വചനം മാത്രമേ ഉള്ളൂ. അവിടെ അത്ഭുതങ്ങളൊന്നുമില്ല. കാരണം ദൈവവചനം മാത്രമാണ് പ്രസംഗിക്കുന്നത്. അവിടെ അത്ഭുതങ്ങൾ ആയിരങ്ങൾ കൂടുന്ന മധ്യത്തിലാണ്, അല്ലെങ്കിൽ 10,000 കൂടുന്ന മധ്യത്തിലാണ് ദേവദാസന്മാർ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വചനത്തിൻ്റെ ശക്തി മാത്രമാണ് വെളിപ്പെടുന്നത്. അത്ഭുതമൊന്നും കാണുന്നില്ല. അപ്പോൾ ദൈവമാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെത്ര ഒരു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക എന്നൊരു വശം പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ആലോചന ഹൃദയത്തിൽ തന്നെ യേശുവിനെ പറയാം. അല്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം നടന്നില്ലെന്ന് വരും. കാരണം ദൈവം പറഞ്ഞ് ചെയ്യിക്കുമ്പോൾ അത് നടക്കും. നമ്മുടെ ഹൃദയത്തിൽ പറയും, നീ ആ വ്യക്തിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കൂ, ആ വ്യക്തിയുടെ എന്താണ് അസ്വസ്ഥത അത് മാറും എന്ന് ഹൃദയത്തിൽ അല്ലെങ്കിൽ ദൈവം സംസാരിച്ച് ചെയ്യുമ്പോൾ അത് വിടുതലായിത്തീരും. ദൈവം സംസാരിച്ച് പറയാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പരാജയമാണ്. ഇതാണ് ശുശ്രൂഷയുടെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്നൊക്കെയാണ് ദൈവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. ആമേൻ, സ്തോത്രം. നമ്മൾ കൃപാസനത്തിലേക്ക് വരിക, ദൈവം പറയുന്നത് ചെയ്യുക. അപ്പോൾ അവിടെ വലിയ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇവിടെ മറിച്ച് പലരും ചെയ്യുന്നത് ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല, അവർ കൂലി കൊടുത്ത് അല്ലെങ്കിൽ തലേന്ന് പറഞ്ഞു വെച്ച് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് അസുഖം ഇല്ലെങ്കിലും അസുഖം ഉണ്ടെന്ന് വരുത്തിക്കൊണ്ട് അസുഖം ഭേദമായ സാക്ഷ്യം പറയിപ്പിച്ച് ആ ജനങ്ങളുടെ നടുവിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അത് ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല. ദൈവം പറയാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ നാമത്തിൽ കള്ളപ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ എഴുന്നേൽക്കും, വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് കാണിക്കുമെന്നൊക്കെ ദൈവവചനത്തിലുണ്ട്.
അത് ഇതൊക്കെ പെട്ടതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു കാര്യം സത്യമാണ്, ദൈവാത്ഭുത മന്ത്രിയാണ്. ദൈവാത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ആലോചനകൾക്കുള്ളതായ പ്രവർത്തനങ്ങളാണ് അത് വളരെ നിരന്തരമായി തീരുന്നത്. കടലിലെ ശിഷ്യന്മാരിൽ കൂടെ അത്ഭുതം പ്രവർത്തിച്ചു. യേശുക്രിസ്തു അത്ഭുതം ചെയ്തിട്ടുണ്ട്. അതായത് വഴിയരികെ ഇരുന്നുകൊണ്ട് ഭിക്ഷക്കാരൻ നിലവിളിക്കുക, ദാവീദ് പുത്രാ എന്നോട് കരുണയുണ്ടാകണം. വലിയ നിലവിളിയാണ്. ശിഷ്യന്മാരോ അല്ലെങ്കിൽ ഉള്ള ആൾക്കാരൊക്കെ പുള്ളിയെ സാഹസിച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷെ അതിൻ്റെ നടുവിൽ താൻ മിണ്ടാതിരുന്നില്ല. കാരണം നിലവിളിച്ചുകൊണ്ടേയിരുന്നു. നമ്മളൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടത്തില്ല. നീ ആരാധിക്കേണ്ട എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നില്ല. നീ പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ല. നീ വിഷയപ്രവർത്തനം പോകണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പോവില്ല. ഇങ്ങനെ എന്തെങ്കിലും വിലങ്ങുതടിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് പോവില്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഈ കുരുടൻ നിലവിളിച്ചത് പലരും പറഞ്ഞു അതൊന്നും ഭാവിച്ചില്ല. കാരണം പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പുള്ളിക്ക് ഒരു കാഴ്ച ലഭിക്കണം. അത് ഇത് കേൾവിയിൽ കൂടെ താൻ അറിഞ്ഞതാണ്. യേശുവിനോട് പറഞ്ഞാൽ പക്ഷെ വിടുതലുണ്ടാവുമെന്ന് തനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ വലിയ വിശ്വാസത്തിലേക്ക് യേശുവിനെ വിളിച്ചത്. വിളിച്ചു. യേശു അരികിൽ വന്നു. ആ വിളിയുടെ നടുവിൽ യേശു അരികിൽ വന്നു. ഇതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നിലവിളിയുടെ നടുവിൽ യേശുവിൻ്റെ സാന്നിധ്യം. യേശു വരും. യേശു വിടുതൽ തരും. അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ആര് ദൈവസന്നിധി പൂർണ്ണമായി നിലവിളിക്കുന്നു, വലിയ നിലവിളിയാൽ നാം നിലവിളിക്കുന്നെങ്കിൽ ദൈവം അരികിൽ വന്ന് വിടുവിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇവിടെ തെളിവ് യേശുയോട് അത്ഭുതം ചെയ്യുകയാണ്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുക. പറയുന്നതാ ഇനി കാഴ്ച ലഭിക്കണം. വേറെ ഒന്നും ചോദിച്ചില്ല. നമ്മളൊക്കെ ദൈവസന്നിധിയിൽ എന്തൊക്കെയാ ചോദിക്കുന്ന പ്രാർത്ഥിക്കുമ്പോഴൊക്കെ, എനിക്ക് അമേരിക്കയിൽ പോകണം, എനിക്ക് വീട് വയ്ക്കണം, എനിക്ക് ജോലി വേണം, എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് കോടിപതിയാവണം. ഒരിക്കൽ ഒരു ദേവദാസൻ 100 കോടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്തിനായി 100 കോടിയൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ പുള്ളി പറയുകയാണ്, എനിക്ക് സ്വന്തമായൊരു ചാനൽ തുടങ്ങാനാണ്. ഈ കൈരളി ചാനൽ പോലെയും ഏഷ്യാനെറ്റ് ചാനൽ പോലെയുള്ള ഒരു വലിയ ചാനൽ തുടങ്ങാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് താൻ പറഞ്ഞത്. അതിന് ഇത്രയും പൈസ വേണം. ഇവിടെ ഇപ്പോൾ 5 പൈസയും കൊടുക്കേണ്ട യൂട്യൂബ് ചാനൽ കിടക്കുക. 5 പൈസയും വേണ്ട, ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യാം. ഇതെല്ലാം ഉണ്ടായിട്ട് അയാൾ 100 കോടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് മനുഷ്യർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവഹിതമില്ലാത്ത പ്രാർത്ഥനകൾ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവഹിതമുള്ള പ്രാർത്ഥനയുണ്ട്, ദൈവഹിതമില്ലാത്ത പ്രാർത്ഥനയുണ്ട്. ദൈവഹിതമില്ലാത്ത പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കില്ല. ദൈവഹിതമുള്ള പ്രാർത്ഥന കേട്ടാൽ ദൈവം കേൾക്കും. ദൈവം യാതൊരു സംശയമില്ല. അതാ ദൈവഹിതമുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ഗുരുവിനെ നിലവിളിച്ചത്. അത് ദൈവം അവന് കാഴ്ച കൊടുത്തു. കാഴ്ച കണ്ണ് തുറന്നപ്പോൾ ജീവിതത്തിൽ അവൻ കാണുന്നത് യേശുവിനെയാണ്. അവൻ്റെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല. ജന്മനിയുള്ള കുരുടനാണ്. എന്നെ മനസ്സിലാക്കാൻ കഴിയും. ആരും ലോകത്തെയൊന്നും കണ്ടിട്ടില്ല. അവൻ്റെ കണ്ണിൽ ഇരുട്ടായിരുന്നു. പക്ഷേ കണ്ണ് തുറന്നപ്പോൾ അവൻ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ആരെന്നറിയാമോ? അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവായ ദൈവത്തെയാണ്, യേശുവിനെയാണ് കാണുന്നത്. ഒക്കെ ആകാശം ഉണ്ടാക്കിയവൻ, ഭൂമിയെ ഉരുവാക്കിയവൻ, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവൻ, പേര് ചൊല്ലി വിളിച്ചവൻ, പേരിന് ആ വാക്കിനാൽ ഉളവാക്കിയവൻ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം, സാക്ഷാൽ ദൈവം. ഹല്ലേലൂയ. ഒരു ഭാഗ്യം ആ കുരുടനുണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ താൻ ഇപ്പോൾ കുരുടനല്ല. കാരണം അവന് കാഴ്ച ലഭിച്ചപ്പോൾ അവൻ കണ്ണ് കാഴ്ചയുള്ളവനായി മാറി. അപ്പോൾ അവൻ കുരുടനല്ല, കുരുടാവസ്ഥ മാറി. അവൻ അരുമനാഥനായ സർവശക്തനായ യേശു ക്രിസ്തുവിനെ അവൻ മുഖാമുഖമായി കാണാനിടയായിത്തീർന്നു. അവൻ്റെ ആ വലിയ സന്തോഷം ഭയങ്കര തന്നെയാണ്. കാരണം കാഴ്ച ഉള്ളവർ അടുത്തുണ്ട്, അവർക്കത് വലിയ കാര്യമൊന്നുമില്ല. എപ്പോഴും കാണുന്ന യേശുവില്ല.
ചിലർക്ക് യേശുവിനെ എപ്പോഴും കാണുന്നവരാ. അവർ യേശുവിൻ്റെ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ കൂടെ നടക്കുന്നുണ്ട്, യേശു പ്രഭാഷണങ്ങളൊക്കെ പറയുമ്പോൾ കേൾക്കുന്നുണ്ട്, യേശുവിൻ്റെ കൂടെ നിത്യം അത് ചിലർക്ക് അത് വലിയൊരു കാര്യമല്ല. അത് ഇങ്ങനെ കണ്ടും നിത്യം കണ്ടും കേട്ടുമൊക്കെ ഇങ്ങനെ ജീവിച്ച് പോവുകയാണ്. ഈ കുരുടനെ സംബന്ധിച്ച് അങ്ങനെയല്ല. തനിക്കുണ്ടായ ആ വികാരം എന്ന് പറയുന്ന ആത്മീയമായ സന്തോഷം പറഞ്ഞു തീരാൻ വയ്യാത്ത ഒരു അനുഭവമാണ് ആ കുരുടന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. തനിക്ക് സൗഖ്യം ലഭിച്ചു. താൻ അരുമനാഥനായ യേശുവിനെ കണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവിനെ കാണുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമല്ല. യേശുവിനെ ഇന്ന് കണ്ടുമുട്ടിയെങ്കിൽ അത് ചെറിയ കാര്യമല്ല. സ്തോത്രം. നീ ഒരുപക്ഷെ നീ അനേക കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ യേശുവിനെ നീ കണ്ടിട്ടില്ലെങ്കിൽ ലോകത്തിൽ നിനക്ക് പരാജയമാണ്. അതല്ല, നീ ലോകത്തിൽ ഒന്നും കണ്ടുമുട്ടിയിട്ടില്ലെങ്കിലും നീ യേശുവിനെ കണ്ടുമുട്ടിയാൽ ലോകത്തിൽ ഏറ്റവും വലിയ വിജയമാണ്. അമേ സ്തോത്രം. ഇതൊരു പാരമ്പര്യമായ വിശ്വാസത്തിൽ നിൽക്കുന്ന യേശു ക്രിസ്തു അല്ല. യേശു എന്നേ ഉള്ളതാണ്. ദൈവം എന്നേ ഉണ്ട്. ഇന്നലെ ഞാൻ വന്ന ദൈവമല്ല. സർവശക്തനായ ദൈവം എന്ന് പറയുന്നത് ഈ ലോകത്തിലുണ്ടായിരുന്നു. ലോകത്തിലുണ്ടാന്ന് പറയുമ്പോൾ ദൈവം ഉണ്ടായതല്ല, ഉണ്ടാക്കിയതല്ല. ദൈവം എന്നേക്കുമുള്ള ദൈവം, സ്വയംഭൂവായ ദൈവമാണ്. ദൈവത്തിന് ആരംഭമില്ല, അവസാനമില്ല, എന്നും ഇങ്ങനെ നിൽക്കുന്ന ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തെയാണ് ഈ കുരുടനായിരുന്ന മനുഷ്യൻ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞു തീരാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. ഈ അനുഭവങ്ങളിൽ കൂടെ വരുമ്പോഴേ ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനുഭവം ഇല്ലാത്തവർക്ക് ദൈവത്തെ അറിയാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ പാടാണ്. അനുഭവം വേണം, ജീവിതത്തിൽ അനുഭവം വേണം. അനുഭവത്തിൽ കൂടെ യേശുവിനെ കണ്ടുമുട്ടണം. ആരെങ്കിലും മുന്നിൽ കേൾക്കുന്ന സന്ദേശം കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ അനുഭവം ഇല്ലെങ്കിൽ ഇന്ന് മുതൽ ദൈവമായി പ്രാർത്ഥിച്ച് ഒരു അനുഭവ സമ്പത്താക്കി ദൈവത്തെ മാറ്റണം. അതാ അനുഭവം വേണം. ലോകത്തിനൊക്കെ എന്തെല്ലാം ഉണ്ടാന്ന് പറഞ്ഞാലും ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവം ആരാന്ന് മനസ്സിലാക്കാൻ കഴിയും. എത്രയോ പേര് ദൈവസ്ഥിതി അനുഭവം ഉള്ളവരായി മാറിയിട്ടുണ്ടെന്ന് അറിയുമോ? ഇന്നും അതുപോലെ തന്നെയാണ്. ഫ്രണ്ട്സിനോട് അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് പേർക്ക് സാക്ഷി പറയാൻ കഴിയും. നിലകളിൽ ഞാൻ ദൈവത്തെ അറിഞ്ഞില്ല, പക്ഷെ ഇന്ന് ഞാൻ ദൈവത്തെ അറിഞ്ഞ് എൻ്റെ അനുഭവം ഭയങ്കരമാണ്. അനുഭവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വീടും കൂടുമൊന്നുമില്ല. തള്ളപ്പെട്ട അനുഭവം ഒരു സമയത്ത് അതൊക്കെ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം നോക്കണം. ഫ്രണ്ട്സിനോടാമേ സ്തോത്രം. പറഞ്ഞു തരാത്തൊരു അനുഭവമാണ് ഒരു പുതിയ വീടൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ. അത് വലിയൊരു അനുഭവം, വലിയ അനുഭവ സമ്പത്ത് തന്നെ. അപ്പം ആ അനുഭവത്തിൽ കൂടെ നമുക്ക് ദൈവത്തെ തള്ളിക്കളയാൻ കഴിയില്ല. മാത്രമല്ല ദൈവത്തെ മറക്കാൻ കഴിയില്ല. ഉറക്കത്തിലായാലും ഉറക്കത്തിലായാലും ഏത് സമയത്തായാലും ഈ ദൈവത്തെ നമ്മൾ ഓർക്കും. ഈ ഞായറാഴ്ച പ്രാർത്ഥിക്കാൻ വരുമ്പോൾ മാത്രമല്ല ദൈവത്തെ ഓർക്കേണ്ടത്. പ്രാർത്ഥന സമയങ്ങളിൽ മാത്രമല്ല, എപ്പോഴും നമുക്കത് ഓർമ്മയുണ്ട്. കാരണം ആ അനുഭവ സമ്പത്ത് നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തെ മറക്കാൻ കഴിയില്ല. അതാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര തന്നെയാണ്. നമുക്ക് യേശു പറഞ്ഞു, തൻ്റെ ഏകജാതപുത്രനിൽ വിശ്വസിക്കുന്ന ദൈവം നശിച്ചു പോകാതെ തിരികെ പ്രാപിക്കുന്ന ദൈവം അവന് നൽകുന്ന ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് മരിക്കാൻ ദൈവം തനിക്ക് നമ്മൾ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ആ സ്നേഹം, ക്രൂശിലെ സ്നേഹം, നമ്മൾ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുകയോ നമ്മൾ തിരിച്ച് സ്നേഹിക്കുകയോ ചെയ്താൽ ചിലരൊക്കെ മറക്കും. പക്ഷേ യേശു സ്നേഹിച്ച് യേശു മറക്കുന്നില്ല. നമ്മെ സ്നേഹിച്ചിരിക്കുക. നാം മറക്കാതിരുന്നാൽ യേശുവിന്. കാരണം എന്ന് പറഞ്ഞാൽ അത്ര മാത്രമായ ബുദ്ധിക്ക് ചിന്തിക്കാൻ വയ്യാത്ത മറ്റൊരു തലത്തിലാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ
ആ കരുതലിനെ ഓർത്ത് നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ പ്രൈസലാമേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ സ്തോത്രം അത്ഭുതങ്ങളുണ്ട്. പഴയ നിയമത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രൈസലാമേ, പഴയ നിയമത്തിൽ ഏതാണെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുമായിരിക്കും. പഴയ നിയമത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഏലിയാവിൻ്റെ ദൈവം ഏലിയാവിനെ പോഷിപ്പിക്കേണ്ടതിന് കാക്ക വഴി ഭക്ഷണം എത്തിച്ചു. മനുഷ്യല്ലാത്തതുകൊണ്ടാണോ? ദൈവം അങ്ങനെ ചെയ്തത്. പക്ഷെ ഒരു വിധവ എന്ന് പറയുന്ന ഒരു ഭവനത്തിലാണ് ചെല്ലുന്നത്. അവിടെ അവർ വിറക് പിറക്കി, അവർ ചെറിയ അടയുണ്ടാക്കി തിന്ന് മരിക്കാനായിട്ടിരിക്കുക. ദേശത്ത് ക്ഷാമം ഉണ്ടായി. പക്ഷെ ഏലിയാവ് പറഞ്ഞു, അതിൽ ഒരെടുത്ത് എനിക്ക് തരാൻ പറഞ്ഞു. താൻ കഴിച്ചു. ആ തരബസിലെ വിധവയുടെ ഭവനത്തിൽ അവിടെ വലിയൊരു അത്ഭുതം നടന്നു. ക്ഷാമം മാറി. അവർക്ക് അനേകമായ അവിടെ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ അത്ഭുതകരമായ ദൈവം അവർക്ക് കൊടുത്തു. അതോ അപ്പോൾ പുതിയ നിയമത്തിൽ മാത്രമല്ല അത്ഭുതം, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ അത്ഭുതമുണ്ട്. ഇപ്പോൾ പരിശുദ്ധാത്മ യുഗത്തിലും അത്ഭുതങ്ങളുണ്ട്. പഴയ നിയമത്തിലും അത്ഭുതങ്ങളുണ്ട്. ഇതൊക്കെ ദൈവം തന്നെയാണ്. ദൈവം ഒന്നേ ഉള്ളൂ. ഏകനായി മഹാത്ഭുതങ്ങളും ചെയ്യുന്ന കർത്താവ്. ഏകനായി മഹാത്ഭുതങ്ങളും ചെയ്യുന്ന കർത്താവാണ്. നിന്റെ ജീവിതത്തിൽ അത്ഭുതം ദൈവം ചെയ്യുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം ചെയ്യും. ആഗ്രഹിക്കുന്നെങ്കിൽ ചെയ്യും. അതല്ല ഇങ്ങനെ ഒരു പരുവത്തിന് ഒതുങ്ങി പോകാനാണെങ്കിൽ അങ്ങനെ പോകും. നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വേണം. എനിക്ക് ദൈവത്തെ അറിയണം, ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ എനിക്ക് പോകണം, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം കാട്ടിത്തരും. അതിന് യാതൊരു സംശയമില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. സ്തോത്രം. ദൈവം തൻ്റെ കഥ വായിച്ചു കഴിഞ്ഞാൽ ആർക്കും തടയാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് പറയണ്ടേ, പ്രൈസ്ലാമേ, നിന്നോടുള്ളതായ ദൈവത്തിൻ്റെ അത്ഭുതം ദൈവം നിനക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റിത്തരും. പ്രൈസ്ലാമേ, സ്തോത്രം. പക്ഷെ അതിൻ്റെ രീതിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ പോകണം. എങ്കിൽ മാത്രമേ ആ അത്ഭുതങ്ങളൊക്കെ എന്താണ് ദൈവം നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി അത് നിറവേറ്റിത്തരും. ദൈവത്തിന് അതൊന്നും വലിയ വിഷയങ്ങളൊന്നുമല്ല. കാരണം ദൈവത്തിന് എപ്പോഴും പ്രതി. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ബലമുള്ള കരങ്ങൾ താഴെ രൂപയിൽ തക്ക സമയത്ത് നിന്നെ ഉയർത്തും. ബലമുള്ള കരങ്ങൾ. ബലമുള്ള കരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരമാണ്. ബലമുള്ളതാണ്. താണിരിക്കണം. ദൈവസ്ഥാനത്തിൽ താഴ്മയോടെ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കണം. ദൈവം അതിന് ഒക്കെ വിടുതൽ തരുവാൻ ശക്തനായ ദൈവം. എന്തോ ആയിക്കോട്ടെ. ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത്? മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുകയാണോ? വിഷയങ്ങളാണോ? പഠിക്കുകയാണോ? ജോലിക്ക് വേണ്ടി പഠിക്കുകയാണോ? ഹല്ലേലൂയ, സ്തോത്രം. ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുകയാണോ? ഒരു വാഹനമില്ലാതെ ഭാരപ്പെടുകയാണോ? ഒരു ജോലിയില്ലാതെ ഭാരപ്പെടുകയാണോ? എന്ത് കാര്യമുണ്ടെങ്കിലും ഭാരപ്പെടുകയാണെങ്കിൽ ദൈവത്തോട് അത് ഒട്ടുപ്പായി പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം അതിന് വഴിയൊക്കെ തുറന്നു തരും. അതിന് യാതൊരു സംശയമില്ല. നീ പ്രതികൂലത്തിലിരിക്കുകയാണോ? ദൈവം അനുകൂലമാക്കി മാറ്റിത്തരും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവസന്നിധി ഭാരപ്പെടേണ്ട. ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ മതി. ദൈവം അതിനൊക്കെയുള്ള മറുപടി ദൈവം തരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവം ദരിദ്രന്മാർക്ക് വാരി കോരി കൊടുക്കുന്നതാണ്. ദൈവം വാരി കോരി കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ കരം, അവൻ്റെ വചനം നമ്മെ അയച്ചു വിടുവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വചനത്തിൻ്റെ ശക്തി പാറകളെ പൊട്ടിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ശക്തി
മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതാണ്. ദൈവത്തിൻ്റെ ശബ്ദം വനത്തിലെ തോലുരിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദത്തിന് ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അത് ഹാലിയ അത് വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തികച്ചെടുക്കുന്നതാണ്. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസം ആഗ്രഹമാണ്. ദൈവം എന്നെ നടത്തും, എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം അതുപോലെ ചെയ്യും, യാതൊരു സംശയമില്ല. സമൂഹത്തൊക്കെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിലെ സാക്ഷികളുടെ ഒരു സമൂഹമാണ് ലോകത്തായിരിക്കുന്നത്. നടിച്ചുമൊക്കെ സോദരം ദൈവഭാഗത്ത് വന്ന തലമുറകൾ രാജീയമായ ജീവിക്കുന്നത്. രാജീയമെന്ന് പറയുമ്പോൾ ഒന്നുമില്ലായ്മ ഇറങ്ങി ജനിച്ചവരാ. ഇപ്പം പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വില കൂടിയ കാറിനാണ് പോകുന്നത്. ദൈവത്തെ അറിഞ്ഞ തലമുറയെ ഉയർത്തിയ ദൈവത്തിൻ്റെ പദ്ധതികളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ട് പേടിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ ദൈവമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ ദൈവം ഉയർത്തിയിട്ടുണ്ട് തൻ്റെ ജനത്തെ. അതായത് നമ്മൾ കണ്ട പേടിക്കുന്ന രീതിയിൽ. വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായ വീടുകൾ. പിന്നെ അവർ കഴിക്കുന്ന ആഹാരമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ തന്നെ, അല്ല അപ്പുറം കഴിക്കാൻ നോക്കത്തില്ല. പക്ഷേ അവർ പ്രൈസലോ സമ്പത്ത് കൊണ്ട് ദൈവം അവരെ നിറച്ചിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവം വാരിക്കോരി കൊടുക്കുക. ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക് ദൈവം വാരി കൊടുക്കുക. ഞാൻ ഒരു സന്ദേശം പറയാം. പക്ഷെ ഈ തലമുറയെ നീ ഉയർന്നില്ലെങ്കിലും, എങ്ങനെ ഭൗതികമായി ഉയർന്നില്ലെങ്കിലും അടുത്ത തലമുറയെ ദൈവം ഉയർത്തും. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വരുന്നത് ഇതൊന്നും നോക്കി വരല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ദൈവം ഓട്ടോമാറ്റിക്കിലേക്കാണ് ദൈവം ഉയർത്തുന്നത്. അല്ലാതെ എന്ത് പോയാൽ എനിക്ക് ഉയർച്ച ഉണ്ടാവും എന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നടക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവസ്ഥാനത്തിൽ വരിക, പ്രാർത്ഥിക്കുക, ദൈവം വഴികളും വാതിലൊക്കെ തുറന്നു തരും എന്നുള്ള വിശ്വാസമാണ് ദൈവം തുറന്നു തരും. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവം തക്ക സമയത്ത് ഉയർത്തുന്ന താഴ്ച പ്രാപിക്കില്ല, ഉയർച്ച തന്നെ പ്രാപിക്കുന്നു. ഉയർച്ചയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളത്. ആത്മീയമായും ഭൗതികമായും ഒക്കെ ദൈവം ഉയർത്തി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ വ്യക്തിയുടെ യോഗ്യതകളോ ആ വ്യക്തിയുടെ പേരോ ആ വ്യക്തി ആരോ ആയിക്കോട്ടെ, അത് ദൈവം നോക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവം നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. ദൈവം നോക്കുമ്പോൾ മനുഷ്യരിൽ ഒരുപോലെ. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയിലുള്ളത് മനുഷ്യൻ മൊത്തം. പക്ഷെ മനുഷ്യൻ നോക്കുമ്പോൾ, അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ പലരും പല വിധത്തിലാണ്. ഈ ഭൂമിയിലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ജാതി വ്യവസ്ഥകളും സമ്പന്നൻ എന്നുള്ള നിലയിലും ദരിദ്രൻ എന്നുള്ള നിലയിലും വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള നിലയിലും വ്യത്യാസം ഉള്ള നിലയിലും ഇങ്ങനെ മനുഷ്യൻ്റെ കണക്കൂട്ടലുകളൊക്കെ നോക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ഒന്നും വിഷയമല്ല. കാരണം പറഞ്ഞാൽ വലിയ ഒരു എഞ്ചിനീയറിനെ കൊണ്ടോ സുവിശേഷം അറിയിച്ചെങ്കിൽ സുവിശേഷം കേൾക്കുമെന്ന് ബൈബിളിലില്ല. IPS പഠിച്ച ഒരു വ്യക്തിയെ പറഞ്ഞെങ്കിൽ സുവിശേഷം ആൾ കേൾക്കൂ എന്ന് ബൈബിളിലില്ല. വലിയ വിദ്യാഭ്യാസമുള്ളവർ പറഞ്ഞെങ്കിൽ ദൈവം കേൾക്കുമെന്ന് ബൈബിളിലില്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവവചനം സാധാരണക്കാരിൽ കൂടെയാണ് ഈ സന്ദേശങ്ങളെല്ലാം ഭൂമിയിൽ വചനമുള്ള അധികാരമായി ഭൂമിയിലേക്ക് വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പന്തക്കുസ്താളിൽ പ്രസംഗിച്ചാരാ? പത്രോസാരാ? മീൻ പിടിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ഇന്നത്തെ മീൻ പിടിപ്പുകാരന് ആരെങ്കിലും മീൻ പിടിക്കുന്ന ഒരാൾ, ബോട്ടിൽ പോകുന്ന ഒരാൾ വല്ലതും പറഞ്ഞാൽ വിശ്വസിക്കും? ഇല്ല. അതെന്ന് പറഞ്ഞാൽ മീൻ പിടിപ്പുകാരെ ആ രീതിയിലാണ് കാണുന്നത്. മുക്കുവൻ, വിവരമില്ല എന്ന് കാണും. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവിടെ മധ്യത്തിൽ വൈദ്യനായ ലൂക്കോസ് ഉണ്ടായിരുന്നു.
ലൂക്കോസിനെ കൊണ്ട് ദൈവം എടുത്ത് ഡോക്ടറല്ലേ അല്ലെങ്കിൽ വക്കീൽ അല്ല, സോറി, ഈ വൈദ്യനല്ലേ അയാൾ പ്രസംഗിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞില്ല. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വിദ്യാഭ്യാസമില്ലാത്ത കുറഞ്ഞ ആ വ്യക്തിയെ കൊണ്ട് ദൈവാത്മാവ് സംസാരിപ്പിച്ചു, പ്രസംഗിച്ചു. ദൈവാത്മാവിൻ്റെ അതോറിറ്റിയാണ് വേണ്ടത്. അല്ലാതെ ഈ ഭൂമിയിലുള്ള വലിയ ഉന്നതമായ പഠനമൊന്നും അതുകൊണ്ടൊന്നും ഉണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ സുവിശേഷം കേൾക്കുമോ എന്നുള്ളത് തെറ്റാണ്. കാരണം അതൊക്കെ പഠനമൊക്കെ നല്ലത് തന്നെ. പക്ഷെ ദൈവം ആ രീതിയിൽ ദൈവം എടുത്ത് ഉപയോഗിച്ചോട്ടെ. പക്ഷെ ആ ഒരു ചിന്ത തെറ്റാണ്. അതാണ് ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികത പഠിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം എടുത്ത് ഉപയോഗിച്ചതെന്ന് പറയുന്നത് പഴയ നിയമത്തിലും കാട്ടിൽ പറയപ്പെടുന്നതായ ആൾക്കാരും ഒക്കെയാണ് പ്രവാചകന്മാരായത്. പ്രൈസ് ദി ലോർഡ്. ഒരു യോഗ്യതയില്ലാതെ ദാവീദ് പ്രൈസ് ദി ലോർഡ് ആട്ടിനെ മേയിച്ചുകൊണ്ടിരുന്ന ആളാണ്. വനത്തിൽ നിന്ന് ദൈവം അഭിഷേകം ചെയ്ത് രണ്ടാമത്തെ ഇസ്രായേലിൻ്റെ രാജാവാക്കി അഭിഷേകം ചെയ്തു. ഒരു യോഗ്യത പറയാൻ അതോറിറ്റിയൊന്നുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോഴാണ് അതോറിറ്റി വരുന്നത്. അത് ആളെ നോക്കുകയല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിലത്ര വിജയം. അപ്പം ദൈവാത്മാവിലാണ് പ്രവർത്തനം. അത് ഏത് തലത്തിലായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തന്നെ ദൈവാത്മാവ് വരികയാണെങ്കിൽ അത് വലിയൊരു അതോറിറ്റി ഉണ്ടാകും. ദൈവാത്മാവ് ഇല്ലെങ്കിൽ അത് വലിയ അതോറിറ്റി ഒന്നുമില്ല, വലിയ കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞതായ സന്ദേശം എന്ന് പറയുന്നത്, ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മനുഷ്യന്റെ നിറവും നോക്കുന്നില്ല, വിദ്യാഭ്യാസം നോക്കുന്നില്ല, അറിവ് നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. ദൈവാത്മാവ് വരുമ്പോൾ ദൈവം എടുത്ത് ഉപയോഗിക്കും. എത്രയേ ആൾക്കാർ വിശേഷ പ്രവർത്തനം കൊണ്ട് നന്നായി സംസാരിക്കാൻ ഒരു 10 മിനിറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊടുത്താൽ നല്ല രീതിയിൽ പ്രസംഗിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ വാക്കുകളൊന്നും ഇല്ലെങ്കിലും കേൾക്കുമ്പോൾ ഹൃദയത്തിൽ വലിയൊരു സന്തോഷം ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ ദൈവാത്മാവാണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് വലിയ രീതിയിൽ വിദ്യാഭ്യാസമുള്ളവർ പറഞ്ഞെങ്കിൽ എറിക്കൂ എന്നുള്ള ആ തെറ്റായ സന്ദേശം അങ്ങ് നിർത്തുന്നതാണ് നല്ലത്. ആദ്യം ദൈവത്തിൽ എന്താണെന്ന് പഠിക്കുക. ഹല്ലേലൂയ. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ സമ്പത്തുള്ളവരെ കൊണ്ട് ദൈവം ഉപയോഗിക്കും. പക്ഷെ സമ്പത്തുള്ളവർ പറഞ്ഞെങ്കിൽ കേൾക്കുമെന്നും ബൈബിളിലില്ല. ഒരു ദേവനായ കഞ്ഞി കുടിച്ച് ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അത് വലിയ ദൈവാത്മാ പ്രവർത്തിച്ചാൽ അത് വലിയ വലിയ കാര്യം തന്നെ. പണ്ട് കഞ്ഞി കുടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ പ്രാർത്ഥിച്ച് വിശുദ്ധ പ്രവർത്തനങ്ങൾ പോയവരുണ്ട്. ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊന്നല്ല, ദൈവം വിളിച്ചു, അവർ അതിൻ്റെ രീതിയിൽ പോവുകയാണ്. വിശുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്ത് കഞ്ഞിയും ഈ കാന്താരി മുളകൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് ഉപ്പൊക്കെ ചേർത്ത് വിശുദ്ധ കുടിച്ചു. കഞ്ഞി ചിലപ്പോൾ ആ കഞ്ഞി കുടിച്ച വൈകിട്ട് വന്നാൽ ചിലപ്പോൾ കഞ്ഞി കൊണ്ടേ കുടിക്കില്ല, കിടന്ന് ഉറങ്ങും, പ്രാർത്ഥിക്കും. ഇങ്ങനെ വന്ന അനേകരുണ്ട് എനിക്കറിയാം. പക്ഷെ അവരൊക്കെ ഇപ്പം വലിയ സമർത്ഥിയിലാണ്. പറഞ്ഞാൽ സുവിശേഷ പ്രവർത്തന അധികാരികളെ ഇന്ന് പലർക്കും അറിയത്തില്ല. ഇന്ന് പലരും ബന്ധുക്കോസിൽ വരുന്നുണ്ട്, വലിയ സമുദായത്തിൽ വരുന്നവരൊക്കെ ഉണ്ട്. CSI സമുദായത്തിൽ നിന്ന്, രക്ഷാസൈന്യത്തിൽ നിന്ന്, അതുപോലെ മർത്തോമ സഭയിൽ നിന്ന്, കത്തോലിക്ക സഭയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇതൊന്നും ഈ ആധികാരികമായ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവർ ആ ഒരു ക്രിസ്തീയ ലെവലിൽ അവരങ്ങ് പോവുക. സ്തോത്രം. ബന്ധുക്കോസിൽ വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആ പഴയ സമുദായത്തിൽ നിന്ന് അനുഭവം പോലല്ല ബന്ധുക്കോസ് ഇരിക്കേണ്ടത്. ബന്ധുക്കോസ് വന്നാൽ ബന്ധുക്കോസിൻ്റെ അനുഭവം ഉണ്ടാവണം. അല്ലാതെ സമുദായത്തിൽ നിൽക്കുന്ന അനുഭവം കൊണ്ട് ബന്ധുക്കോസ് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല. സഹോദരൻ, അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞാൽ അതോറിറ്റി ദൈവം തരുന്നതാ, അധികാരം ദൈവം തരുന്നതാ, അതിന് യോഗ്യതയൊന്നും വേണ്ട. നിന്നെ വിളിച്ചത് ഏത് തലത്തിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്, എവിടെ നിന്നാണ് വിളിച്ചിരിക്കുന്നത്? ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കുറച്ച് വിദ്യാഭ്യാസം ഇല്ലായിരിക്കും, അറിവില്ലായിരിക്കും, ബോധമില്ലാത്തായിരിക്കും. പക്ഷേ ദൈവം അതെല്ലാം നിറച്ച് അനുഗ്രഹിച്ച് നിന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റി ദൈവാസനാക്കി നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. സഹോദരൻ, ഹല്ലേലൂയ, സഹോദരൻ. മോശ എന്നെ പറഞ്ഞു, ഞാൻ തടിച്ച നാവുള്ള മിക്കുള്ളവന് എനിക്ക് കഴിയില്ല. അഹരോൻ നല്ലോണം സംസാരിക്കുന്നവനാണ്, അവനെ പറഞ്ഞു വെച്ചാൽ അവൻ നല്ല സംസാരിക്കുന്നു.
ദൈവം പറഞ്ഞു, നിന്നെ എനിക്ക് ആവശ്യം, മോശേനെ ആവശ്യം. അപ്പം നല്ലോണം സംസാരിക്കാൻ അറിയാവുന്നതിനെ കൊണ്ടുപോയി പോയപ്പോരെ. സ്തോത്രം. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. ദൈവം ഹാലലിയ, ദൈവം വിളിച്ചവനെ ദൈവം അറിയുന്നു. ദൈവം അതിനെ അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവമാണ്, അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ കൂടെ ദൈവത്തിൻ്റെ അത്ഭുതം ദൈവം ചെയ്യും. സോദരം, ഇപ്പോഴത്തെ അത്ഭുതം എന്ന് പറയുന്നത് ഒരു ആത്മാവ് രക്ഷിക്കപ്പെട്ടു വരുന്നത് അതൊരു അത്ഭുതമായ ഒരു കാര്യം തന്നെയാണ്. ദൈവം അങ്ങനെയൊക്കെ ഇപ്പം ചെയ്യുന്നത്. ഒരു ആത്മാവ് രക്ഷിക്കപ്പെടുകയാണെങ്കിൽ അത് അത്ഭുതം തന്നെ. പലയിടത്തൊക്കെ പലരുമൊക്കെ വികലാംഗനായിരിക്കുന്നവരൊക്കെ ഉണ്ട്. പല ശാരീരികമായ കൈയൊക്കെ ഉള്ളവരുണ്ട്, വികലാംഗനായിരിക്കുന്നവരൊക്കെ ഉണ്ട്. അതിപ്പോൾ അത്ഭുതങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷെ അവർ യേശുവിൽ വിശ്വാസമുണ്ട്. ആത്മാവ് രക്ഷിക്കപ്പെട്ടു വരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കണ്ടു വരുന്നത്. ആത്മാവ് രക്ഷിക്കപ്പെട്ടു വന്നാൽ അത് വലിയ കാര്യം തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ സർവ്വ ലോകത്തിനേക്കാളും വിലപിടിപ്പുള്ളതാണ് ഒരു ആത്മാവെന്ന് പറയുന്നത്. അത് നയിച്ചു എന്ത് പ്രയോജനമെന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, ഒരു പാവത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ ദൈവവചനം അറിയാത്ത ഇരുടിൽ കിടക്കുന്ന ഒരു വ്യക്തി യേശുവിനെ സ്വന്തം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ അതൊരു വലിയ അത്ഭുതമാണ്. ചിലർക്ക് അത് കാണാൻ കഴിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാത്തവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് അത്ഭുതമാണ്. സ്തോത്രം. എന്തെല്ലാം അത്ഭുതങ്ങളാണ് ദൈവസന്നിധിയിൽ ഉള്ളത് എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ദൈവം നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. നാം ദൈവത്തെ നോക്കി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം മാനിക്കും, ദൈവം സഹായിക്കും, ദൈവം വിടുവിക്കും, ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ കണ്ടുവരുന്ന എങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കാരണം ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ശാപത്തിലേക്ക് നയിക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ അധിപതിയായ ദൈവം എന്ന് പറയുന്നത്, പാട്ടുകാരൻ ഇങ്ങനെ പാടുന്ന, അനുഗ്രഹത്തിൻ അധിപതിയേ അനന്ത കൃപാ പെരുന്നതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ അനന്ത കൃപാ പെരുന്നതിയേ, അനുദിനം നിൻ പദഗതിയേ അടിയാനു നിൻ കൃപ മതിയേ, അനുദിനം നിൻ പദഗതിയേ അടിയാനു നിൻ കൃപ മതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ അനന്ത കൃപ പെരുന്നതിയേ. സ്തോത്രം. അപ്പോൾ അനുഗ്രഹത്തിന്റെ അധിപതിയായ ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ പാതയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത്. ആ യേശുവിന്റെ പാത, യേശുവിനെ വിശ്വസിച്ചിറങ്ങി കഴിഞ്ഞാൽ അനുഗ്രഹ. നീ യേശുവിന് വേണ്ടി കാലുകുത്തിയാൽ, യേശുവിന്റെ വഴിയിലേക്ക് നീ നിന്നെ സമർപ്പിച്ചാൽ അത് തന്നെ അനുഗ്രഹത്തിന്റെ വഴിയാണ്. സോദരൻ, ഒരുപക്ഷെ നീ തള്ളപ്പെട്ട വ്യക്തിയായി രീതി പോകുന്നെങ്കിലും, ഒറ്റപ്പെട്ടവനായി പോകുന്നെങ്കിലും, അല്ലെങ്കിൽ നിന്നെ ആരും കൈക്കൊള്ളുന്നില്ലെങ്കിൽ, ആരും നിന്നെ സഹായിക്കാനില്ലെങ്കിലും, ഉള്ളുകൊണ്ട് ചിന്തിച്ചോണം, എന്നെ വിളിച്ച് ദൈവം അല്ലെങ്കിൽ നാളെ ആയാലും എന്നെ അനുഗ്രഹിക്കും എന്നുള്ള ഒരു കരം അല്ലെങ്കിൽ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ചിലര് സുവിശേഷ പ്രവർത്തകരായിരിക്കുന്നത് ശത്രുക്കളെ പോലെ നടക്കുക. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഭൂമിയിലുള്ള ഇപ്പോഴുള്ള വിശ്വാസികളെല്ലാം ആദ്യത്തെ പടി എന്ന് പറയുന്നത് യേശുവിനെ സ്വീകരിച്ച് മാനത്തോട് സ്ഥാനപ്പെട്ട് കൂട്ടായ്മ അപ്പഞ്ഞൊരുക്കി സഭയോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക, പിന്നെ സ്നാനപ്പെടുക. ഇത് തന്നെ എല്ലാവരും ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തുള്ള വലിയ വലിയ ആൾക്കാരെന്ന് പറയുന്നവരല്ല, ഇത് തന്നെ ആദ്യത്തെ പടി. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ടു അല്ലെങ്കിൽ സ്നാനപ്പെട്ടു സഭയോട് ചേർന്നു. പിന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ് പെന്തക്കോസ്തിലെ സകല മനുഷ്യർക്കും ദൈവം ഒരുക്കിയിരിക്കുന്നത്.
അതുകൊണ്ട് കൂടുതൽ പുകഴുവാനൊന്നുമില്ല. എന്തോ പ്രത്യേകത ഉള്ളതുപോലെയൊക്കെ പലരുടെ പോക്കും സംസാരവും ചിന്തയും കണ്ടു കഴിഞ്ഞാൽ എന്തോ മറ്റുള്ളൊരു പ്രത്യേകത ഉള്ളതാണ്. പ്രത്യേകതയൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ യേശുവിനെ തരസ്വാ സ്വീകരിച്ച് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. അതേ നിലവാരത്തിലുള്ളവരാണ് യേശുവിനെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കൃപാവരത്തിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ചിലർക്ക് പല വിധമായ കൃപകളാ ദൈവം കൊടുക്കുന്നത്, വരങ്ങളാണ് കൊടുക്കുന്നത്. ആ ഒരു വ്യത്യാസമുള്ളൂ. അത് വരങ്ങളും കൃപാവരങ്ങളും കൊടുക്കുന്നത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയല്ല, വേറെ ഒന്നുമില്ല. പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ സ്വീകരിച്ച് സ്ഥാനപ്പെട്ട് സഭയോട് ചേർന്ന് വിട്ടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ എല്ലാവർക്കും ഉള്ളത് പദവി എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ആരായാലും അവർക്കെല്ലാം ഒരേ പദവിയാണ്. നമുക്കെല്ലാം ഒരേ പദവിയാണ്. വ്യത്യാസമൊന്നുമില്ല. ദൈവസ്ഥാനത്തിൽ പുകഴാനൊന്നുമില്ല. മറ്റുള്ള വ്യത്യാസമായ രീതിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ജ്വലിക്കട്ടെ. ഒരു അനുഭവം ഞങ്ങളോട് പറയുകയാണ്. ഒരു സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ്. മറ്റൊരു സുവിശേഷകനും കൂടെ ഉണ്ടായിരുന്നു. എന്തോ ആരോ ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ സുവിശേഷകന് ദേഷ്യം കയറി കൂടെ നിന്ന് സഹോദരൻ്റെ ചെവിക്കള്ളി കഴിച്ചു കൊടുത്തു. ഭയങ്കര പ്രസംഗം, ഭയങ്കര പ്രാർത്ഥനയൊക്കെയുള്ള ആളാണ്. കൂടെ ഇന്ന സഹോദരൻ ഒരു ദേവാസന, ആ ദേവാസന്റെ ചെവിക്കള്ളി കടിച്ചു കൊടുത്തു. ആലോചിച്ചു കൊടുത്തു. ഇവൻ സുവിശേഷകനാണ്. പിന്നെ എന്തൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. കാരണം പിന്നെ പറയുന്നില്ല. ഞാൻ പറയട്ടെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം പിന്നെ നീ ജീവിതകാലം വരെ നീ സുവിശേഷം പറയുന്ന വ്യക്തിയോട് നിന്റെ ജീവിതകാലം വരെ നീ എതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ നിന്റെ ഭാവി തൊലഞ്ഞു. ഒരു ദൈവദാസന് വിരോധമായി നിന്റെ ആയുഷ്കാലം വരെ നീ ആ വ്യക്തിക്ക് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിന്റെ ആയുസ് തൊലയും. പറഞ്ഞാൽ നീ നിൽക്കുന്നത് സ്വതന്ത്ര ന്യായവിധി മുമ്പിലായിരിക്കും. അതല്ല, നീ അവന് വേണ്ടി എതിരായിട്ട് നിൽക്കുക അല്ലെങ്കിൽ നീ രക്ഷപ്പെട്ടു. എൻ്റെ ഇളയ ദാസന് ചെയ്തെടുത്തോളം എനിക്ക് ചെയ്തിരിക്കുന്നതാണ് യേശു ക്രിസ്തുവിന്റെ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവദാസന് ദൈവത്തിന്റെ സഭയ്ക്ക് വിരോധമായി നിന്ന് പ്രവർത്തിക്കുകയും പണിയുകയും പാരവയ്ക്കുകയും ചെയ്യുന്നെങ്കിൽ അവസാനം ദൈവം തീ അയക്കും. അതുകൊണ്ട് മാറി നിന്ന് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ പറയുന്നത്, നീ ഒന്നും കൊടുത്തില്ലെങ്കിൽ ദ്രോഹിക്കാൻ പോകരുത്. നീ ഒന്നും കൊടുക്കാൻ വയ്യ, ശരി, ദ്രോഹിക്കരുത്. കാരണം ഞാൻ ഈ സന്ദേശം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എനിക്കില്ല. സ്വതന്ത്രം ആരെങ്കിലുമൊക്കെ ദൈവത്തിന്റെ ന്യായവിധിയിൽ ഒഴിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട് പോട്ട് എന്ന് വിചാരിച്ചാൽ ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. ഇപ്പം വിവിധ അനുഭവങ്ങളുള്ള ആൾക്കാരാണ് ദൈവഭാഗത്ത് വരുന്നത്. ഗുണപ്പെടാത്തവരും സുവിശേഷകരിലുണ്ട്, ഗുണപ്പെട്ടവരുമുണ്ട്. രണ്ടാൾക്കാരാണ്. രണ്ട് വിധത്തിൽ സ്വഭാവമുള്ള ആൾക്കാരുണ്ട് ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ. അതുകൊണ്ട് ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ഒരു കരമുണ്ട്. അത് എനിക്ക് വെളിപ്പെടും. അതല്ല ഇപ്പോൾ തന്നെ ആ വിഷയത്തിൽ മാനസാന്തരപ്പെട്ട നിനക്ക് ഗുണമാണ്. ഞാൻ ഒരു ദൂത് പറയട്ടെ, നീ ഏത് നില വരേണ്ട ആളാണെന്നറിയോ? നീ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് വലിയ നില വരേണ്ട ആളാണ്. പക്ഷേ നീ പലർക്കും അല്ലെങ്കിൽ അനുകൂലമല്ലാതെ നിൽക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ദൈവം താത്തിട്ടിരിക്കുന്നു. ഇങ്ങനെ വരേണ്ട ആളുകളല്ല. ക്ഷണികൾ കേൾക്കുന്ന നിങ്ങളോട് പറയുകയാണ്, ദൈവം വലിയ പദ്ധതികളും പ്ലാനൊക്കെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ചിലരുടെ സ്വഭാവത്തിന്റെ ഇടുക്കം സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ടാണ് പലരും പല നിലയിൽ എത്തുന്നത്. അവസരങ്ങളെല്ലാം പാഴാകുന്ന വഴികളിൽ അടയുന്നത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഈ ചാനലിൽ കൂടെ നിങ്ങളോട് സന്ദേശം അറിയിക്കുന്നത് ദൈവ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. എൻ്റെ ചാനലിൻ്റെ പേര് വേൾഡ് TV എന്നാണ്. ബൈബിൾ വേൾഡ് TV. സ്തോത്രം. അതുകൊണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സന്ദേശങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട്
ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായും നമുക്ക് വിടുതൽ തരുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ദൈവജനത്തിനും അനുകൂലമായി നിൽക്കണം. ഒന്നും കൊടുത്തില്ലെങ്കിലും അനുകൂലമായി നിന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവം മാനിക്കും. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നിറവേറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം പ്രൈസ് ദി ലോർഡ് മനുഷ്യൻ മറ്റേ മനുഷ്യനെ മോശമായി നോക്കുന്നത് പോലെ അല്ല ദൈവം. ദൈവം ഒരു മനുഷ്യനോടുള്ളതായ കടപ്പാട് ദൈവത്തിന് ഉത്തരവാദിത്തമുള്ളതാണ്. ദൈവം നോക്കുന്നത് നല്ല രീതിയിലാണ്. മനുഷ്യനെ നോക്കുന്നത് പ്രൈസ് ദി ലോർഡ് മോശമായ രീതിയിലാണ്. നിനക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലായിരിക്കും മറ്റേ ഒന്നും ഇല്ലാത്തവനെ നോക്കി വിചാരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ ശ്രേഷ്ഠനായ എണ്ണുവിൻ എന്നാണ് ദൈവജനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്താണ് ദൈവത്തിൻ്റെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്? ക്രിസ്തുവിലായിരിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയാണ് മറ്റുള്ളവരെ ശ്രേഷ്ഠനായി എണ്ണുക എന്നുള്ള ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ അനുഭവിക്കുന്നതായ കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ മാറ്റുന്ന ഒരു ദിനം വരും. ദൈവം സഹായിക്കും, വിടുവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ സന്ദേശം അതിൻ്റെ അവസാന പരിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിർത്തേണ്ട സമയങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലും ദൈവത്തിൻ്റെ അത്ഭുതം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ കർത്താവ് യേശുക്രിസ്തു അത്ഭുതം ചെയ്തു, ശിഷ്യന്മാർ അത്ഭുതം ചെയ്തു, ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അത്ഭുതം ചെയ്യുന്നു. ചിലർ അത്ഭുതം ഇല്ലെങ്കിൽ അത്ഭുതം ഉണ്ട് എന്ന് വരുത്തി പറഞ്ഞ് പരസ്പരം പൈസ കൊടുത്ത് ചെയ്യിച്ച് അത്ഭുതങ്ങൾ ഇല്ലാത്ത അത്ഭുതം ഉണ്ടെന്ന് പറഞ്ഞ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ അത്ഭുതങ്ങൾ ദൈവനാമത്തിൽ യേശുക്രിസ്തു ചെയ്യുന്നതുകൊണ്ട് ചിലർ വചനം മാത്രമേ ഉള്ളൂ, അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്നില്ല. വചനം ശക്തമായുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് യുഗമായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്താണ് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവനാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ.